ഈ വീട് നിർമ്മിക്കുമ്പോൾ ഊരാളുങ്കൽ പറഞ്ഞ തുകയ്ക്കാണ് സർക്കാർ കരാറിന് തയ്യാറായത്. അതായത് ഒരു വീടിന് 26,95,000 രൂപയാണ് ചിലവ്. അതുകൊണ്ട് ഇപ്പൊ എന്താ അപ്പോൾ 26,95,000 രൂപ എന്തിനു കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം മികച്ച നിലവാരത്തിലുള്ള നിർമ്മാണമെന്നാണ് മന്ത്രി കെ രാജൻ അടക്കം പറഞ്ഞത്. ഭൂമി കുലുങ്ങിയാലും കുലുങ്ങാത്ത വീടായിരിക്കും എന്നാണ് മന്ത്രി കെ രാജൻ നമ്മളോടൊക്കെ തന്നെ വ്യക്തമാക്കിയത്. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വാട്സാപ്പിൽ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഒരാളിങ്ങനെ പറഞ്ഞിട്ട് ശരിയാണ്, കുറച്ച് ലീക്കുള്ള ഒരു ഏരിയയാണ് ഞങ്ങൾ കണ്ട്. അതിനുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റെഡിയാക്കി തരുന്നതെന്ന് അവർ പറയുന്നത്. ഭൂമി കുലുങ്ങിയാലും കുലുങ്ങാത്ത വീടായിരിക്കും എന്നാണ് മന്ത്രി കെ രാജൻ നമ്മളോടൊക്കെ തന്നെ വ്യക്തമാക്കിയത്. പരിഹരിക്കുന്ന പറഞ്ഞത് ഡോറിന്റെ കാര്യം കാണിച്ചു കൊടുത്ത് ഡോറ് സൈഡൊക്കെ പൊട്ടിക്കണേ, അപ്പൊ ഡോറ് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോർച്ച വന്നപ്പോ ഭയങ്കര ഒരു ആശങ്ക. കാരണം എപ്പോഴും ആശങ്ക മാറിയിട്ടൊന്നുമില്ല. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. കാരണം ആ കിനിവ് ഇപ്പോഴും ആ നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അത് കാണാം. ആ ഒരു ആശങ്ക, അത് മാറണവരെ ഒരു ആശങ്ക തന്നെയാണ്. ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകളെ പലതും പറയും. അവർക്കൊക്കെ പിന്നെ എന്താ പണി? ഊരാളുങ്കലിനെ വിശ്വസിച്ചർപ്പിച്ച പണിയാണ്. അതിൽ 178 ഒരു വീട്ടിലാണ് ഗുരുതരമായ ഈ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. അത് ഒറ്റപ്പെട്ടതാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും നൗഫലിന്റെ ആശങ്ക വളരെ പ്രസക്തമാണ്. ആ ദുരന്ത ബാധിതരെ പറ്റിക്കുന്ന തരത്തിലുള്ള നിർമ്മാണമാണോ ആ വീട്ടിൽ A8 എന്ന് പറയുന്ന നൗഫലിന്റെ വീട്ടിൽ നടന്നിട്ടുള്ളതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാം തകർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? നിനക്ക് നിന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ആത്മാർത്ഥയുണ്ട്? എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.